മനോരമ ക്യുക്കേരള അഭിമാനപൂർവ്വം തിരുവല്ലയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സുദർശനം ആയുർവേദ ഐ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെൻ്റർ ആണ്. എല്ലാവർക്കും പരിചിതമായ ഒന്നാണ് സുദർശനം. 25-ലധികം റൂമുകളുടെ സൗകര്യത്തോടുകൂടി എല്ലാവിധമായ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് അടങ്ങുന്ന ഒരു സെൻറ്റർ കൂടിയാണ് സുദർശനം. സോ ദിസ് ഈസ് ഡോക്ടർ BG ഗോകുലൻ, ചീഫ് ഫിസിഷ്യൻ ആൻഡ് CEO ഓഫ് സുദർശനം. എല്ലാവർക്കും പരിചിതമായ മുഖം തന്നെയാണ് ഡോക്ടർ. എന്നിരുന്നാൽ ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനമുണ്ട് ഇന്ന് ഈ ഹോസ്പിറ്റലിന്റെ ഭാഗമായി ഡോക്ടറിനോട് സംസാരിക്കാൻ കിട്ടുന്ന ഒരു അസുലഭ നിമിഷം തന്നെയാണിത്. സോ ഡോക്ടർ ആമുഖമായി ഒന്നും അധികം സംസാരിക്കുന്നില്ല, എന്നാൽ പോലും ഈ 32 വർഷത്തെ നിസ്തൂലമായ സേവനം ഈ പീരീഡിൽ ശരിക്കും സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ ദിസ് മെസ്സേജ് ടു റീച്ച് എൻറ്റയർ പോപ്പുലേഷൻ അല്ലേ. നമ്മളുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ദോസ് ഹൂ നീഡ് അവർ സർവീസ്. അതായത് ന്യൂറോളജിക്കലായിട്ട് ആസ്പെക്ട്സ്, കുട്ടികളിൽ ഉണ്ടാവുന്ന കണ്ണട. ഇപ്പോൾ കണ്ടില്ലേ, കണ്ണടയുടെ യൂസേജ് കണ്ടിട്ടില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് തന്നെ ഈ മൊബൈൽ 97-ലാണ് ഇന്ത്യയിൽ കേരളത്തിലൊക്കെ വരുന്നത്. നല്ല പേഴ്സണേജ് കുട്ടികളിലും കണ്ണടയാണ്. അത് ഓട്ട് ടു ബി, അങ്ങനെ പറ്റുള്ളൂ. കാരണം ഒരു വയസ്സ് മുതൽ കുട്ടിക്ക് ടൈം പാസ് കൊടുക്കുന്ന സാധനം പിന്നെ അങ്ങനെ അഡിക്റ്റ് ആവുകയാണ്. അപ്പോൾ അഡിക്റ്റ് ആയിട്ട് ഓൺലൈൻ ടൈം എന്ന് പറയുന്നത് ടു മച്ച്, ടു ഹെവി. ബിക്കോസ് യു ആർ യൂസിങ് ദറ്റ് മൊബൈൽ വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് മിയർ 20 സെൻറ്റിമീറ്റർ. 20 സെൻറ്റിമീറ്റർ ദൂരത്ത് പിടിക്കുന്ന ഈ മൊബൈൽ കൊണ്ട് കണ്ണിനെ അത്ര അക്കോമഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അക്കോമഡേറ്റ് ചെയ്തിട്ട് ഐസ് എന്ന് പറയുന്നത്, കണ്ണെന്ന് പറയുന്നത് 20 ഫീറ്റിനപ്പുറം ഫോക്കസ് ചെയ്യാനായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് ഡിഫോൾട്ട് ഫോക്കസ് എന്ന് പറയുന്നത് 20 ഫീറ്റിനകലെയാണ്, 20 അടി ദൂരത്താണ്. അതിനെ ചുരുക്കിയിട്ടാണ് കോൺട്രാക്ട് ചെയ്ത്, ലെൻസിനെ കോൺട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ 20 സെൻറ്റിമീറ്ററിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര നേരമാണ്? 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ. ഈ കുട്ടികളിലേക്ക് കണ്ണെന്ന് പറഞ്ഞാൽ 4 വയസ്സ് വരെയൊക്കെ അവരുടെ കണ്ണ് ഫോം ചെയ്യുന്നേ ഉള്ളൂ. ഒരു ജനിക്കുന്ന കുട്ടിക്ക് ഒരു 3 മാസം വരെ ഒരു 3 മീറ്റർ കാഴ്ചയൊക്കെ ഉള്ളൂ. അതിൻ്റെ അപ്പുറം ബ്ലർ ആയിരിക്കും. അതൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സെറ്റിംഗ് ടൈമിൽ ആണ് നമ്മൾ ഈ മൊബൈലിട്ട് അഭ്യാസം. UAE-ലൊക്കെ അറബ് കൺട്രീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ പോപ്പുലേഷനൊക്കെ ഇപ്പോൾ കഴിയുന്നതും കുട്ടികളിൽ നിന്ന് മൊബൈൽ മാറ്റുന്നുണ്ട്. അവർക്ക് ആ ഒരു കൗൺസിലിംഗ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. മൊബൈൽ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു കൗൺസിലിംഗ്. ഇപ്പോൾ വെളിയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ, ഈ ഇവിടെ താമസിക്കുന്ന ആൾക്കാരും പ്രത്യേകിച്ച് വില്ലേജസ് താമസിക്കുന്നവരിലൊക്കെ നമ്മൾ ഒരു അഡിക്ഷൻ പോലെയാണ്. എടാ നീ കണ്ടോ, എന്നോട് ഇവിടെ ഒന്ന് കാണിക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത്. മോനെ കേട്ടല്ലോ, ഡോക്ടർ അങ്കിൾ പറഞ്ഞു കേട്ടോ, ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു അതിൽ വാത്സല്യം നിങ്ങൾ നിറയ്ക്കേണ്ട ആവശ്യമില്ല. അത് വാത്സല്യം കൊടുക്കേണ്ട ഒരു സമയമല്ല ഈ മൊബൈൽ എന്ന് പറയുന്നത്. ഈ മൊബൈൽ വായിക്കുന്നതോറും ഈ കണ്ണിൻ്റെ അഡാപ്റ്റബിലിറ്റി കൂടാണ്. കണ്ണ് കൂടുതൽ മയോപ്പിക് ആയിട്ട് പോവുക. മയോപ്പിക് ആവാന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ആക്സിയൽ ലെങ്ത്ത്, മുമ്പിൽ നിന്ന് പുറകോട്ടുള്ള ലെങ്ത്ത് ഏകദേശം 23 മില്ലിമീറ്ററൊക്കെയാണ് അതിൻ്റെ ഇത് പറയുന്നത്. അതിനെ കുറച്ച് അങ്ങോട്ട് മാറിയ ഒരു എന്താ പറയുക, മൈക്രോ മീറ്റേഴ്സ് മാറിയാൽ മതി. അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരുപാട് മാറും. അങ്ങനെ ആകുമ്പോൾ അത് മയോപ്പിക് ആവും. മയോപ്പിക് ആകുമ്പോൾ എന്ത് പറ്റും, ദൂരേക്കുള്ളത് മങ്ങലാവും. അപ്പോൾ നേരെ എങ്ങോട്ടോ പോകുന്ന അടുത്ത ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന് കണ്ണ് ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയി, ഇതിനെ കാണുന്നില്ല, സ്കൂളിൽ ക്ലാസ് തെറ്റിക്കുന്നു, ബോർഡ് എഴുതുന്നു തെറ്റിക്കുന്നു. നേരെ പുള്ളി പോയി കാഴ്ച വലിച്ചു വെച്ച് നോക്കുന്നു, ലെൻസ് ഇട്ട് നോക്കുന്നു, അത് ചെയ്യുന്നു, റെറ്റിനോസ്കോപ്പി ചെയ്യുന്നു. അതെല്ലാം ചെയ്ത് നോക്കിയിട്ട് ക്ലാസ് ഉണ്ട് 0.5 ക്ലാസ് വയ്ക്കണം. വെൻ യു സ്റ്റാർട്ട് വെയറിംഗ് ഗ്ലാസസ് 0.25 കാൽ പവറാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ 0.5. ഇത് അടുത്ത വർഷം ആകുമ്പോഴേക്കും 0.5 ആയി. കാരണം ഈ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോരെങ്കിൽ ഈ ഗ്ലാസ് വയ്ക്കുമ്പോൾ കണ്ണ് കുറേ കൂടെ ലേസി ആവും. കണ്ണിന് ചെയ്യാനുള്ള ജോലി ഗ്ലാസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, ഫോക്കസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ കണ്ണ് ലേസിയായി അത് അടുത്ത നമ്പറിലേക്ക് പോകുന്നു. നമ്മുടെയൊക്കെ കണ്ണിൽ സുദർശനം ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയാം. കാരണം ഒരു സയൻറ്റിഫിക് റിസർച്ച്, തിയറി, ഒരു പ്രാക്ടിക്കൽ സൈഡിൽ കുറേ ഇൻ്റഗ്രേറ്റീവ് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ശരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. അതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടൻ എന്താണ് സാറിൻ്റെ എഫേർട്ടിന് അപ്പുറത്തേക്ക്? അതിലെന്താണ് അതിൻ്റെ ഒരു ക്രൂഷ്യൽ തിങ് എന്ന് സാർ വിശ്വസിക്കുന്നത്? ഒന്ന്, നമ്മൾ എവോൾവ് ചെയ്ത് വരുന്ന ചില നീഡ്സാണ്. ഇപ്പോൾ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇത്ര ആൾക്കാരുടെ കാഴ്ച ശരിയാക്കിയേക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൂ നമ്മൾ തുടങ്ങുന്നത്. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിലെനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഡോക്ടർ SS ബദ്രിനാഥിനാണ്, ശങ്കര നേത്രാലയുടെ, അതെ, പത്മഭൂഷണിയുടെ അന്തരിച്ചു പോയി. ഡോക്ടർ എത്ര സമയം ഡോക്ടറിൻ്റെ ഈ ഒരു 1-to-1 എത്ര സമയമാണ് ഡോക്ടർ? എന്തൊക്കെയാണ് ഡോക്ടറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ? അതായത് നമ്മളിതൊരു ഇന്നോവേഷനാണ് ആക്ച്വലി. ഇപ്പോൾ പുതിയൊരു യുഗത്തിൽ ഒരു ഇന്നോവേഷനാണ് നടക്കുന്നത്. അപ്പോൾ ആയുർവേദം പഴയതാണെങ്കിൽ പോലും ഇപ്പോൾ ആളുകൾക്ക് വീണ്ടും നമ്മൾ പുതുതായിട്ട് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആയുർവേദം പ്രിൻസിപ്പിൾ, അപ്പോൾ അതിലൊരു മിഷനറി ആയിട്ട് നമ്മൾ തുടങ്ങിയതാണ്. ഇതൊരു മിഷൻ വർക്കാണ് ആക്ച്വലി. മെസ്സേജ് ഗോ ടു റീച്ച് ടു മോർ പീപ്പിൾ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോഴും നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആയുർവേദം അങ്ങോട്ട് പോരാ. മോഡേണിൽ സർജറിക്ക് പോയാലേ ശരിയാവുള്ളൂ. വലിയ ഹോസ്പിറ്റലുകളിൽ ചെന്ന് ലക്ഷങ്ങൾ ചിലവഴിച്ച്
സർജറി ചെയ്യണം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ആയാലേ ആവുള്ളൂ എന്നുള്ളൊരു ചിന്തയായിരുന്നു ഇത്രയും കാലം. അപ്പോൾ അതിനൊരു മാറ്റം വരുത്താനായിട്ടാണ് സുദർശനത്തിൻ്റെ ഈ കഴിഞ്ഞ ഒരു 3 ദശാബ്ദത്തെ ഒരു 3 decades ഒരു ആക്ടിവിറ്റിയിൽ കുറേയെങ്കിലും സാധിച്ചിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് കുട്ടികളുടെ ഷോർട്ട് സൈറ്റ് ഞാൻ ഒരിക്കൽ മുമ്പ് സൂചിപ്പിച്ചായിരുന്നു. കുട്ടികളുടെ ഗ്ലാസസ് ഒരുപാട് എനോമസ് ആയിട്ട് അത് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനൊരു മിഷനായിട്ട് തന്നെ എടുക്കുന്നു. അപ്പം അങ്ങനെ ഒരു മിഷൻ എമട്രോപ്പിയ എന്നൊക്കെ പറയുന്ന പോലെ ഗ്ലാസ് ഇല്ലാതിരിക്കുക. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നോക്കുന്നുണ്ട്. പ്രായമായവർ അവർക്ക് ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ, അത് ചികിത്സയില്ല, അതിന് മോഡേണിലൊരു ചികിത്സയില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ താൽക്കാലികമായിട്ടുള്ള ശമനങ്ങൾ മാത്രമാണ്. 1 മാസം 2 മാസം അതിങ്ങനെ ആജീവനാന്തം കണ്ടിന്യൂ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ക്യൂറബിൾ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ വിഷ്വൽ എൻഹാൻസ്മെൻറ്റ്, വിഷ്വൽ ക്വാളിറ്റി അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ലെവലിൽ അവരുടെ ലൈഫിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി കൊടുക്കാൻ സാധിക്കും. വലിയൊരു ഇൻഫർമേഷൻ അത് ശരിക്കും. പിന്നെ വേറെ ഫോക്കസ് പഞ്ചകർമ്മയായിട്ട് ബന്ധപ്പെട്ട് കെരട്ടോകോണസ്, യുവാക്കളിൽ ഉണ്ടാകുന്ന കെരട്ടോകോണസ്. കുട്ടികൾ ഈ ചെറുപ്പകാലത്ത് ഈ ഒരുപാട് ഐ അലർജിയൊക്കെ ആയിട്ട് കണ്ണ് ഞെരടുമ്പോൾ കൃഷ്ണമണിയിലെ ഒരു ഇതുണ്ട്, ജെല്ലിൻ്റെ ഒരു ലെയറുണ്ട്, അത് ഉടയും. അത് ഉടഞ്ഞിട്ട് കൃഷ്ണമണി തൂങ്ങുന്ന അവസ്ഥയാണ് കെരട്ടോകോണസ്. കെരട്ടോ എന്ന് പറഞ്ഞാൽ കോർണിയ, ലാറ്റിൻ. കോണസ് എന്ന് പറഞ്ഞാൽ കോണിക്കൽ. അപ്പോൾ ആ കൃഷ്ണമണി കോണിക്കലായിട്ട് ഇങ്ങനെ തൂങ്ങുന്നൊരവസ്ഥ. അപ്പോൾ ഭയങ്കര ഗോസ്റ്റ് ഇമേജ്, ഡബിൾ ഇമേജ്, മൾട്ടിപ്പിൾ ഇമേജ്, 20 ഇമേജസ് ഒക്കെ കാണുന്നുണ്ട്. അത് നമ്മൾ വളരെ ബെറ്റർ ഓപ്ഷനായിട്ട് നോൺ സർജിക്കലായിട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒന്നാണ് പോസ്റ്റ് ലാസിക് എക്ടേസിയ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. ലാസിക് ചെയ്യുന്നു, ഇപ്പോൾ ഒരുപാട് പേര് ലാസിക് ചെയ്യുന്നുണ്ട് അല്ലേ. ലേസർ അസിസ്റ്റഡ് ഇൻസിറ്റു കെരട്ടോമെലൈസിസ് എന്ന് പറയുന്ന ഒരു സർജറി പ്രോസസ്സാണ്, ഒരു സെമി സർജറി പ്രോസസ്സാണ്. അപ്പോൾ അത് വെച്ചിട്ട് കണ്ണിൻ്റെ പവർ ഒരു 12 ഒക്കെ പവർ ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഇസ് എ വൺ ടൈം പ്രോസസ്സില്ല. അതും ആയുർവേദത്തിൽ നമുക്ക് സാധ്യമാവും. ആ ലാസിക് ചെയ്യുന്ന ആളുകളിൽ ചിലർക്കെങ്കിലും ലാസിക് ചെയ്തതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ആജീവനാന്തം അവരുടെ കണ്ണ് തന്നെ വിഷൻ തന്നെ സ്പോയിൽ ആവുന്ന രീതിയിൽ ലാസിക് എക്ടേസിയ എന്ന് പറയും, പോസ്റ്റ് ലാസിക് എക്ടേസിയ എന്ന് പറയുന്ന കണ്ടമാനം ഈ കണ്ണിനകത്തുള്ള റിഫ്രാക്റ്റീവ് മീഡിയ കണ്ടമാനം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അതായത് ഗോസ്റ്റുകൾ കാണുക, ഇങ്ങനെ ഇരിക്കുക, ഒരു ഇമേജസിൻ്റെ തന്നെ പല ഇമേജസ് ഇങ്ങനെ വരിക. അവർക്ക് ജീവിക്കാൻ പ്രയാസം, ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, നോക്കാൻ പറ്റാതെ വരിക, ഓക്കാനും വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രയാസം. അതൊരുപാട് നമുക്ക് ശമിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ക്വാളിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ അവരോട് ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ യു ടേക്ക് ഇറ്റ് ആസ് യുവർ സെക്കൻഡ് ഹോം. നമ്മൾ ആദ്യം ഫസ്റ്റ് ദിവസം തന്നെ ഡോണ്ട് ബി പാനിക്, ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ എവേ ഫ്രം ഹോം. സപ്താഹം 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം അല്ലെങ്കിൽ 10 ദിവസം, പരമാവധി 14 ദിവസം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് മിനിമം ഡേയ്സിൽ മാക്സിമം റിലീഫ്. അതെ, ഒരു ട്രെമൻഡസ് റിസൾട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കമ്മിങ് ഡേയ്സ്. തീർച്ചയായിട്ടും കേരളത്തിലെ വിപ്ലവമായി മാറും. നോട്ട് ഓൺ മീ ബട്ട് ഓൺ ഹിസ് ഡേയ്സ്. ഓക്കെ ഡോക്ടർ.